പരസ്യമായ ഒരു ആൾക്കൂട്ട വിചാരണ നടക്കുകയാണ്. മോഷണ കുറ്റം ആരോപിച്ച ഒരു വികലാംഗനെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുവരിക. अभी बोलता था मेरी लुगाई है। भूपिंदर बाकी चक्कर में खुद मत आगे अचनेरा आया यार, यदि वो नहीं लेता तो अब तक खोलो 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 आया वो आसपास कोई एरिया पूछो यहाँ से, आसपास कोई एरिया पूछो यहाँ से, आसपास कोई एरिया അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണാം. ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും വിലപിടിപ്പുള്ള എന്തോ മോഷ്ടിച്ചു എന്നതാണ് അവൻ ചെയ്ത കുറ്റമെന്നാണ് ആരോപിക്കപ്പെടുന്നത്. കുറ്റം എന്ത് തന്നെയായാലും ആൾക്കൂട്ട വിചാരണ ഒരു നല്ല ശീലമല്ല. അവനൊരു നിരപരാധിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടമേറിയ ഒരു നിമിഷമായിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവരാരും തന്നെ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് നിർബന്ധമായി നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫോണിൽ അവൻ്റെ യജമാനെ വിളിച്ച് ഉറപ്പുവരുത്തുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോഴും ആ സ്ത്രീ ഉന്നയിച്ച ആരോപണം അവിടെ തന്നെയുണ്ട്. എൻ്റെ കയ്യിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട എന്തോ ഒരു കാര്യമുണ്ട് എന്ന് അവർ ഇപ്പോഴും തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സ്റ്റേഷൻ കഴിയുന്നതുവരെ, അടുത്ത സ്റ്റേഷനിൽ അവർ ഇറങ്ങിപ്പോകുന്നതുവരെ ഇതേ അവസ്ഥയായിരുന്നു. നോർത്തിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് യാത്രകൾ നിങ്ങൾക്ക് പുതിയ ചിന്തകളും പുതിയ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നമുക്ക് ഇന്ത്യയെ കാണാം. ഗാന്ധി പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഹൃദയം കൈയാളുന്നത് ഗ്രാമങ്ങളിലാണ്. ഇതേ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരാണ് കുറേ ആളുകൾ പട്ടണത്തിൽ നിന്നും. ഇത് കാഴ്ചയാണ്. ഇതുപോലുള്ള ആൾക്കൂട്ട വിചാരണകളിൽ മരണപ്പെട്ടുപോയ അനേകായിരം വരുന്ന പട്ടിണിഭാവങ്ങൾ ഇന്നും ഇന്ത്യയിൽ വസിക്കുന്നുണ്ട്. യാത്ര ഇനിയും തീർന്നിട്ടേയില്ല. വീണ്ടും കാണാം.